സാലയും പ്രിയമുള്ളവരെ, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു ന്യൂസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. 3 പ്രാവശ്യം നമ്മുടെ ഇക്കാമ എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എക്സിറ്റായി നാട്ടിൽ പോകേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോയും നമ്മൾ കണ്ടു. അദ്ദേഹം എക്സിറ്റായി നാട്ടിൽ പോയത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? പല ആളുകൾക്ക് അതിൻ്റെ തെറ്റിദ്ധാരണ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു നിയമമില്ല. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ഇക്കാമ എക്സ്പയർഡ് ആയി കഴിഞ്ഞ് പുതുക്കുമ്പോൾ 500 റിയാൽ കറാമ അടക്കണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ 1000 റിയാലാണ്. പിന്നെ 1000 റിയാൽ നമ്മൾ കൊടുത്തു. എല്ലാ വർഷവും നമ്മൾ ഇക്കാമ എക്സ്പയർഡ് ആണ് കൊടുക്കണം. ഇവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ പോലീസ് ചെക്കിങ്ങിൽ പെടാതെ രക്ഷപ്പെടൽ ഒരു ഭാഗ്യമാണ്. പിടിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ കഴിവോലിരിക്കും. ഇപ്പോൾ നമുക്ക് മുമ്പൊക്കെ ഇക്കാമ കയ്യിൽ നിർബന്ധമായിരുന്നു. ഇന്ന് നമുക്ക് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ അബ്ഷീറും ഒക്കെ ഉണ്ടെങ്കിൽ രേഖകളായി. പക്ഷേ പിടിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മനോനിലക്കനുസരിച്ചായിരിക്കും അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകുക. നമ്മുടെ റെസിഡൻഷ്യൽ രേഖകൾ കയ്യിൽ വെക്കൽ ഇവിടെ സൗദി നിയമപ്രകാരം നിർബന്ധമാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വ്യക്തമായ രേഖ ഉണ്ടാവണം. അപ്പോൾ അവർക്ക് സംശയം തോന്നി അവർ പിടിച്ചു കൊണ്ടുപോയി ഇവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് സംശയം തീരാതെ അവർ സുമേഷിലേക്ക് വിടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രേഖ ഇല്ലായിരുന്നു പിടിക്കുമ്പോൾ എന്നുള്ളത് അവിടെ അവർ ഫയലിൽ നിങ്ങളുടെ പേരിൽ വരും. ഈ വ്യക്തിയെ പിടിക്കുമ്പോൾ 3 പ്രാവശ്യം പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇക്കാമ എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. മുമ്പ് മുത്തവഫൊക്കെ ഇവിടെ സജീവമായിരുന്ന കാലത്ത് പഴയ ആളുകൾക്കൊക്കെ അറിയാം, നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും പുറത്തു പോലും ആരെയും കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമുള്ള ഒരു കാലമൊക്കെ മുമ്പ് കഴിഞ്ഞു പോയി. അന്നും ഇതുപോലെ നിയമം ഉണ്ടായിരുന്നു. അന്ന് ഈ മുത്തവഫ് ഇവിടെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ലിങ്ക് പ്രകാരം അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. പലപ്പോഴും എനിക്കറിയാം, പരസ്യമായി അടി കിട്ടിയ ആളുകളുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ വിസ എക്സിറ്റ് ആയിട്ട് നാട്ടിലേക്ക് പോകേണ്ട. കാരണം എത്രയോ പ്രാവശ്യം പിടിക്കപ്പെടുമ്പോൾ അവരുടെ പേരിൽ അത്രയും രേഖകളിൽ അത് കാണുമ്പോൾ അതിൻ്റെ തീരുമാനം വരുന്നത് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇക്കാമ 3 പ്രാവശ്യം എക്സ്പയർഡ് ആയതുകൊണ്ട് ഒരാളുടെ വിസ എക്സിറ്റായി പോകില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവമുണ്ട്. അത് മാത്രമല്ല, പോലീസ് പിടിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണ്, നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മുടെ കയ്യിൽ റെസിഡൻഷ്യൽ രേഖ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിടിക്കപ്പെട്ട് സുമേഷയിലേക്ക് കൊണ്ട് അവരെന്ന് തിരിച്ച് നിങ്ങളെ വിടും. പക്ഷേ നിങ്ങളുടെ പേരിൽ കറാമ വന്നിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു രേഖകളിലും കാണില്ല. നമ്മുടെ പേരിൽ എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടാകുന്നുള്ളത് ഒരു രേഖകളിലും കാണില്ല. പ്രത്യേകിച്ച് സുമേഷിയിൽ പിടിക്കപ്പെട്ടതാണെങ്കിൽ അത് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മുടെ പേരിൽ 1000 റിയാലിൻ്റെ ഒരു ഓപ്പൺ ചെക്ക് എടുത്ത് അവിടെ കൊണ്ടുപോയി നമ്മുടെ ഇക്കാമൻ്റെ പേരിൽ സബ്മിറ്റ് ചെയ്യാതെ നമ്മുടെ ഇക്കാമ പോലും പുതുമൂല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഇതിൻ്റെ പേരിൽ. അപ്പോൾ ചെക്കിങ്ങിൽ പെടാതെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം.